ക്യാമ്പിന്റെ ഉദ്ദേശം തന്നെ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കുക, ത്രൂ വിച്ച് യു ക്യാൻ ഇംപ്രൂവ് യുവർ ബോഡി മൂവ്മെന്റ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ബോഡി സ്പോർട്ട്. യു ഹാവ് ടു, ഇറ്റ് ഈസ് എ മൂവ്മെന്റ് യു ഹാവ് ടു നോ ഹൗ ടു മൂവ് പ്രോപ്പർലി. മാർഷൽ ആർട്സ് പഠിച്ചുമ്പോൾ അതിൻ്റെതായ നല്ല 2 ദിവസം നല്ല ഒരു പ്രത്യേകതര എനർജിയാണ്. നല്ല അഭിപ്രായമാണ്. ക്യാമ്പ് വളരെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ക്യാമ്പായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. വളരെ നല്ലൊരു ക്യാമ്പാണ്, വളരെ നല്ലൊരു ന്യൂ എക്സ്പീരിയൻസ് തന്നെയാണ്. പുതിയ പുതിയ കാര്യങ്ങളാണ് ഈ ഒരു ക്യാമ്പിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മുടെ ചെറിയ തെറ്റ് പോലും ശരിയാക്കി തരാൻ മറ്റേ സെൻസൈമാര് നമുക്ക് പ്രാക്ടീസ് തരുന്നു. മുൻ പ്രൊഫഷണൽ സ്റ്റുഡന്റിനെയും സംസ്ഥാന ഉത്തരവാദിത്വമുള്ള സോഷ്യൽ മീഡിയയിൽ കൂടെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് കരാട്ടത്തിനാണ്. നമ്മളൊരു മാതൃകപരമായ ഒരു പ്രവർത്തനവും വർഷങ്ങളായി നമുക്ക് വർഷമായി ഈ പരിപാടി 1 വർഷമായി പ്ലാൻ ചെയ്തു. അതായത് എല്ലാ മുറിയും 2-ാം ശനി ഞായറും മറ്റെന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി ഈ ക്യാമ്പിന് വേണ്ടി ജില്ലാ കരാട്ടെ അസോസിയേഷനുള്ള അഗണിതവുമായ we must to be good karate, we must have regular practice, more practice, not after a while. So 2 years, sitting at the home, watching TV, and going to once a week, very bad addiction. You can have something, maybe half an hour, 1 hour, completely. So, one thing I already really don't come to consume heat. I programmed that I also for a long time. വേദിയിലിരിക്കുന്ന ആ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളെ, അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളെ, മുൻ കരാട്ടെ മാസ്റ്റർമാരെ എല്ലാവരെയും ഞാൻ നന്ദി പറയുന്നു. Stepping forward and looking, turn, just moving forward, not stepping. That is simple. So one time what you see, again this side what you see, to the other side looking, this side. That's very simple. One, here, go,
അല്ലെങ്കിൽ 1.5 സ്റ്റെപ്പാണ്. അങ്ങനെ വരാനുള്ള കാരണങ്ങൾക്ക് ഉയർത്തി വെച്ചാൽ എന്താണ് സംഭവിക്കാൻ പറ്റുന്നത്? ഇത് സെൻസൈ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാര്യം നമ്മൾ And we are going to practice what I understood that you are explaining how points. So I will explain those points and then I will explain. ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുള്ളത് നമ്മളെ തൃശ്ശൂർ ദേവമാത CMI പബ്ലിക് സ്കൂളിലാണ്. ഇന്നിവിടെ നമ്മളെ കേരള സ്റ്റേറ്റിൻ്റെ WTSKF വേൾഡ് ട്രഡീഷണൽ ഷോട്ട് കരാട്ടെ ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് അതുപോലെ തന്നെ ക്യാമ്പിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. ഈ ഗ്രേഡിങ്ങിൻ്റെ ഗ്രേഡിങ് അതുപോലെ തന്നെ നമ്മളെന്താണ് ഈ ക്യാമ്പിൻ്റെ കുട്ടികളുടെ പെർഫോമൻസും അതുപോലെ തന്നെ ചില വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ WTSKF നമ്മളെന്താണ് കേരള ചീഫ് നമ്മുടെ സ്വന്തം ജോൺസൺ മാഷ് നമ്മളെ ഈ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ചീഫ് ചൗധരി സൻസായി, അതുപോലെ തന്നെ നമ്മളെ കേരള WTSKFൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ട്രെയിനേഴ്സ് അതുപോലെ തന്നെ മാഷുമാരൊക്കെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ജിജോ കുര്യൻ മാഷ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ഷണിക്കാം. എന്തൊക്കെയാണ് മാഷ് ഈ ക്യാമ്പിന്റെ ലക്ഷ്യങ്ങൾ സംഗതികളൊക്കെ എന്തൊക്കെയാണ്? ക്യാമ്പ് എന്ന് പറയുമ്പോൾ റീചാർജ് ആണ്. കുട്ടികൾക്ക് പ്രൊമോട്ട് ചെയ്യാനും ഒപ്പം തന്നെ ആ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുത്ത് ഇൻസ്ട്രക്ടേഴ്സും സീനിയർ കരാട്ടെ ബ്രൗൺ ബെൽറ്റും അതുപോലെ ബ്ലാക്ക് ബെൽറ്റിൻ്റെ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും അതുപോലെ അഖിലേന്ത്യാ തലത്തിലും ക്യാമ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്ട്രക്ടർ ട്രെയിനിങ് ഉണ്ട്. ഇത് ബ്രൗൺ ബെൽറ്റും ബ്ലാക്ക് ബെൽറ്റും മാത്രം. ഇന്ന് കേരളത്തിലെ സീനിയർ വിദ്യാർത്ഥികളുടെ ക്യാമ്പാണ്. ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം തന്നെ കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കുക. മിനി കംപ്ലൈൻസുകൾ കുട്ടികൾക്കുണ്ടാവും. ആ കുട്ടികളെ ട്രെയിൻ ചെയ്ത് സിമ്പിൾ പ്രശ്നങ്ങൾ മുഴുവൻ തീർത്ത് ആ കുട്ടികളെ വീണ്ടും പഠിപ്പിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക ഏറ്റവും വലിയ പ്രാധാന്യം. ഒപ്പം തന്നെ റീപ്രൊമോട്ട്, ഈ കുട്ടികളുടെ ഡെവലപ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചൗധരി സെൻസൈ എല്ലാ വർഷവും കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ കുട്ടികളെ നിർത്തി പ്രാക്ടീസ് കൊടുക്കുകയും ഒപ്പം ജോൺസൺ സെൻസൈ കേരള ചീഫ് ജോൺസൺ സെൻസൈ ഈ ക്യാമ്പിനെ സംഘടിപ്പിച്ച് വളരെ കുട്ടികളെ ഈ കേരളത്തിൽ നിന്ന് 17 കേരളത്തിലെ എല്ലാ ജില്ലകളിലും ക്ലാസ് നടക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിൽ 24 സ്റ്റേറ്റിലും നമ്മുടെ അസോസിയേഷൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ 17 രാഷ്ട്രങ്ങളിൽ ഈ ക്ലാസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ചൗധരി സെൻസൈ 24 മണിക്കൂറും ഡെഡിക്കേറ്റായി കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുത്ത് പുത്തൻ തലമുറയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ ക്യാമ്പ് കൊണ്ട് ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ട്, ഒത്തിരി ഉപകാരപ്രദമാവുന്നുണ്ട്. കുട്ടികളുടെ ഡെവലപ്മെൻ്റ് ആണ് ഏറ്റവും പ്രാധാന്യം. ഇതിൽ ഏറ്റവും കുട്ടികൾക്ക് അതുകൊണ്ട് ട്രെയിനിങ് കുട്ടികൾക്കുണ്ട്. ഓരോ വർഷം ചെല്ലുന്നതോറും കുട്ടികൾ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലേക്കും കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ചൗധരി സെൻസൈക്ക് സാധിക്കുന്നുണ്ട്. ആ ട്രെയിനിങ് തന്നെയാണ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ നേട്ടം. കുട്ടികൾ ഈ പോകുന്ന വിദ്യാർത്ഥികൾ മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് കംപ്ലൈൻസുകൾ തീർത്ത് ചെറിയ മിസ്റ്റേക്കുകൾ തീർത്ത് ആ കുട്ടികളുടെ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് ജോൺസൺ സെൻസൈയും ചൗധരി സെൻസൈയും വർഷങ്ങളായി ഇതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ ക്യാമ്പ് ഈ വർഷത്തെ ക്യാമ്പ് ഏറ്റവും വലിയ വിജയപ്രദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സാർ. അടുത്തതായിട്ട് നമ്മളെ ഇന്ത്യൻ ചീഫ് ചൗധരി സെൻസായി നമ്മളെ കൂടെയുണ്ട്. വാട്ട് ഇസ് ദ പ്ലാൻ ഓഫ് ദിസ് ക്യാമ്പ്? വാട്ട് ഇസ് ദ പ്ലാൻ? The thing is, this is an annual event. In fact, every year I come to Kerala. This time in January or February, I was there for senior instructors camp, and now it is for common for everybody. The thing is that karate is very scientific. It is a very scientific sport. So you must know the intricacies or the things through which you can improve your body movement, because it is a body sport. It is a movement. You have to know how to move properly. And juniors are training hard, but only hard training is not sufficient. You must train in a proper way. Proper technique is very important to reach a higher level. Suppose if
if somebody is having a potential to reach national as well as international level, but he must get his technique corrected. That is very important. So this 2 days camp, the idea was to show them how to perform correctly, and later on, after I show them how to perform correctly, they should train on their own or under the guidance of their respective instructor to make the technique perfect. And I have seen some of them are having really good potential to reach higher level, and I hope they will continue their practice under the watchful eyes of all senior instructors. They are Sensei Johnson, such a dedicated member of our group, always involved in karate, and his only thinking is in karate. So we really love him, and everybody in our federation respect him. And Jijo Sensei is doing excellent job as well as Kerala, organizing Kerala things, regular events and other things, and other senior instructors also coming forward to extend their cooperation to Sensei Johnson, and that's why I can see Kerala is coming up very fast. Yes. Okay, that is most important thing. It is a slow and long process. Okay, we have to follow through. Overnight you cannot change anything, but if you follow the correct path, definitely there is a huge scope of improvement as far as Kerala Karate is concerned, as far as our World Traditional Shotokan Karate Federation Kerala branch is concerned. By the way, I would like to inform that WTSK or World Traditional Shotokan Karate Federation, of which I am the chief instructor, not only India chief instructor, we have now branches in different countries also. Like How many countries? Countries like we have branches in Greece, we have branches in Argentina, we have branches in Dubai, Muscat, we have branches in Bangladesh, we have branches in Australia. So we are slowly spreading, not only in this third world region, but also in Europe. So we are spreading, and hopefully very soon we will have branches in other countries also. So this is a good sign, and in India we are having branches in 22 states. So this month only, from 24th to 26th, we are having national championship at Nashik, where people from different states are coming. Though it is an election period, that's why there was a lot of obstacles. So, but still we could overcome those obstacles, and hopefully it will be a very successful championship. Okay, thank you, sir, and your help. And briefly, and through this camp, and students can clear their minute problems, issues. Yeah, that is the main goal of this camp. Yes. It is not only practice but proper practice, which is most important in any sport. So that we try to inculcate among the students who are there. So hopefully they will learn something and put that back in their own daily practice. Okay. And what is your opinion about this camp students? What is your opinion about? See, they are developing. Some of them, as I say, already have mentioned, some of them are having very good potential. They can reach higher level, but others are also coming up. See, you must give them exposure of certain good things. Then only they'll put their mind and interest in that. There is a scope of, as I said, huge scope of development, and hopefully they'll bring laurels for your state as well as the country in future. So because I asked because you have many experience out of Kerala, that is why I asked. Okay, and here students' character is very good. Yes, behavior also is. It came. Somebody put that in our group also. That since I loves to go to Kerala and teach, I love that discipline. That the student, that is most in karate. This is the first thing. You should be very disciplined. It's a martial art, so it is a traditional martial art, and discipline is very important. Once you are disciplined, then you can go forward. So that part I like very much in Kerala. So I always love to come to Kerala, and especially Sensei Johnson, I have a close bond with him. So he's a strong pillar of our federation. So hopefully under his guidance and under these people's guidance, Kerala will go at the top. Okay. Thank you, sir, and gave the information about this camp. Thank you. Hi. Bye. എന്താണ് പേരെന്താണ്? ഷാജു. ഓക്കെ, എവിടെയാണ് സ്ഥലം എവിടെയാണ്? പെരിന്തൽമണ്ണ. ഓക്കെ, ഇപ്പൊ മാർഷൽ ആർട്സ് ആരെ അണ്ടറിലാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത്? ജോൺസൺ മാസ്റ്റർ. ഓക്കെ, എത്ര വർഷമായി പിന്നെ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യൽ തുടങ്ങിയിട്ട്?
30 വർഷത്തോളമായി. 30 വർഷമായി. ഈ ക്യാമ്പ്, അതായത് WTSKFന്റെ നമ്മളെ ക്യാമ്പ് ഉണ്ടല്ലോ, ഈ ക്യാമ്പ് നിങ്ങൾ പിന്നെ സാർ എത്ര ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഏകദേശം ഒരു 10-20 ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്തു. യെസ്, വെരി ഗുഡ് അല്ലേ, ഭയങ്കര സംഗതി. പിന്നെ എത്ര വയസ്സായി? 50 വയസ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. എത്ര? 50 വയസ്സ്. 50 വയസ്സായിട്ട് ഇപ്പോഴും നമ്മൾ എന്താണ് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമല്ല 10-20 ക്യാമ്പുകളായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് എന്താണ് പേര് എന്ന് പറഞ്ഞേ? സാജു മാഷ് അല്ലേ? സാജു മാഷെ സംബന്ധിച്ചിടത്തോളം അല്ലെ 50 വയസ്സ്, അതുപോലെ തന്നെ 10-20 പിന്നെ ക്യാമ്പുകളൊക്കെ പങ്കെടുത്ത്. എന്താണ് ഇന്നത്തെ ഈ ക്യാമ്പിനെ കുറിച്ച്? ഇന്നലെ തുടങ്ങിയാണ് അല്ലേ? 2 ദിവസമായി. രണ്ടാമത്തെ ദിവസമാണ്. ഓക്കെ, എന്താണ് പിന്നെ ഈ ക്യാമ്പിനെ കുറിച്ച് പിന്നെ മാഷ അഭിപ്രായം എന്താണ്? മാർഷൽ ആർട്സ് പഠിച്ചുമ്പോൾ അതിൻ്റെതായ നല്ല 2 ദിവസം നല്ല ഒരു പ്രത്യേകതര ഒരു എനർജിയാണ്. നമുക്ക് ഒരുപാട് അപ്ഡേഷൻ ഒക്കെ വരുത്താൻ പറ്റും അല്ലെ? ഒരുപാട് കാര്യങ്ങൾ അറിവുകൾ നേടാൻ കഴിയും. പിന്നെ ആരാണ് നമ്മളെ കേരള ചീഫ്? ആരാണ്? ജോൺസൺ മാഷ്. ഓക്കെ, വെരി ഗുഡ്. നമ്മളെ പിന്നെ വേൾഡ് ചീഫ് എന്ന് പറയുന്നത്? വെരി ഗുഡ്. അപ്പൊ നമ്മള് പിന്നെ ഇത്തരത്തിലുള്ള നമുക്ക് ഒരുപാട് അപ്ഡേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാമ്പിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ക്യാമ്പിലൂടെ നമുക്ക് പിന്നെ ക്യാമ്പ് മാത്രല്ല, വേറെന്താ ഗ്രേഡിംഗ് എന്തൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇവിടെ അല്ലെ? ബ്ലാക്ക് ബെൽറ്റിന്റെ ഗ്രേഡിംഗ്. എന്തായാലും ഈ ക്യാമ്പിനെ കുറിച്ച് പിന്നെ സാജു മാഷ അഭിപ്രായം എന്ന് പറയുന്നത് നല്ല അഭിപ്രായം. നമുക്ക് ഒരുപാട് സംഗതികളൊക്കെ നേടാനും ഒരുപാട് പ്രത്യേകതര ഒരു എനർജിയും. ഓക്കെ, എന്തായാലും വളരെ നല്ല അഭിപ്രായങ്ങളാണ് എല്ലാ വിദ്യാർത്ഥികളും പറയുന്നത്. ഓക്കെ, താങ്ക് യു. ഈ WTSKFന്റെ പിന്നെന്താണ് ക്യാമ്പിനെ കുറിച്ച് നമുക്ക് എന്താണ് സെൻസായി സമീർ ബാബു രാമപുരം അല്ലേ? അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് പിന്നെന്താണ് നമുക്ക് ഈ ക്യാമ്പിനെ കുറിച്ചൊന്ന് ചോദിക്കാം. എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ക്യാമ്പ് വളരെ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ക്യാമ്പായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. ഒരു വ്യത്യസ്തത നിറഞ്ഞ ഒരു ക്യാമ്പായിരുന്നു. രണ്ടാമത്തെ ദിവസമാണ് അല്ലേ? അതെ, രണ്ടാമത്തെ ദിവസമാണ്. എല്ലാവരും ഇവിടെ സ്റ്റേ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് നന്നായി ഇതിൽ തന്നെ ശ്രദ്ധിച്ച് വളരെ പ്രാക്ടീസോട് കൂടി. ഒരു 23 വർഷത്തോളം ഈ ഫീൽഡിൽ. പിന്നെ മാഷ കൂടെ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് ഈ ക്യാമ്പിന്? ഒരു 10 കുട്ടികളോളം ഇവിടെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ എല്ലാ ആളുകളും പറയുന്നത് വെച്ചാൽ ക്യാമ്പിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഓക്കെ, നമുക്ക് മറ്റുള്ള വിദ്യാർത്ഥികളുടെ ഒക്കെ എന്ത് ചെയ്യാം അഭിപ്രായങ്ങൾ നമ്മൾ നോക്കാം. പേര് എന്ന് പറഞ്ഞേ? ജാൻവി. ഓക്കെ, ജാൻവി ഇല്ല. എവിടെ സ്ഥലം? എവിടെ? എന്റെ വീട് തൃശ്ശൂർ തന്നെയാണ്, പൂമല എന്ന് പറയും. വെരി ഗുഡ്. പിന്നെ എത്രാം ക്ലാസ് പഠിക്കുന്നുണ്ടോ? ഞാൻ +2 ഇപ്പൊ പഠിക്കാം. വെരി ഗുഡ്. പിന്നെ എത്ര വർഷമായി നമ്മള് മാർഷൽ ആർട്സ് പിന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ട്? ഞാൻ 8 വർഷമായി ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ക്യാമ്പിനെ കുറിച്ച് പിന്നെ എന്താണ് നിങ്ങളെ അഭിപ്രായം? എന്താണ്? വളരെ നല്ലൊരു ക്യാമ്പാണ്. വളരെ നല്ലൊരു ന്യൂ എക്സ്പീരിയൻസ് തന്നെയാണ്. പുതിയ കാര്യങ്ങളാണ് ഈ ഒരു ക്യാമ്പിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മുടെ മാഷാണെങ്കിൽ സത്രജിത്ത് ചൗധരി തന്നെ നമുക്ക് വന്നിട്ട് ഓരോ കാര്യങ്ങളും പുതിയ അനുഭവങ്ങൾ, പിന്നെ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് അതൊക്കെ നമുക്ക് ഓരോന്നും ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, എന്തായാലും പിന്നെ നിങ്ങളെ ആരെ അണ്ടറിലാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങള് ജിജോ കുര്യൻ എന്ന് പറയും, തൃശ്ശൂർ തന്നെ, ജിജോ സർ ആൻഡ് ജോജോ സർ. ഓക്കെ, വെരി ഗുഡ്. കണ്ടില്ലേ, ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ്. കാരണം WTSKF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് ട്രഡീഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ക്യാമ്പിനെ കുറിച്ച് നമുക്ക് എല്ലാ വിദ്യാർത്ഥികളും നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത കുട്ടികളെ പിന്നെ നമുക്ക് ചോദിക്കാം എന്താണ് അഭിപ്രായങ്ങൾ എന്നുള്ളത്. പേരെന്താണ് പറഞ്ഞത്? അതുൽ. ഓക്കെ, വെരി ഗുഡ്. എവിടെയാണ് സ്ഥലം? പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. വെരി ഗുഡ്. ഓക്കെ, ഇപ്പൊ ആരെ കീഴിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് മാർഷൽ ആർട്സ്? ഓക്കെ, എന്തായാലും നമ്മള് ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് 2 ദിവസമായില്ലേ? ഇന്നലെ തുടങ്ങിയാണ്. ഓക്കെ, എന്താണ് നമ്മുടെ ഈ ക്യാമ്പിനെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായം എന്താണ്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ചെറിയ തെറ്റ് പോലും ശരിയാക്കി തരാൻ മറ്റേ സെൻസൈമാര് നമുക്ക് പ്രാക്ടീസ് തരുന്നു. ചെറിയ സ്റ്റെപ്പിൽ പോലും എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയി കറക്റ്റ് ആക്കി തരുന്നു. ഓക്കെ, പിന്നെ എന്താണ് എത്ര ക്യാമ്പുകൾ പങ്കെടുത്തിട്ടുണ്ട്? അതായത് ഇവിടെ വെച്ചിട്ട് നടത്തിയിട്ട് മാത്രമല്ല, WTSKFന്റെ എത്ര ക്യാമ്പുകൾ പങ്കെടുത്തിട്ടുണ്ട് താങ്കൾ? എനിക്ക് 3ാമത്തെ ക്യാമ്പാണ് പങ്കെടുത്തിട്ടുള്ളത്. ഒരുപാട് അറിവുകൾ കിട്ടി. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും നല്ല അഭിപ്രായങ്ങളാണ്, നല്ല കമന്റുകളാണ് ക്യാമ്പിനെ കുറിച്ച് പിന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത സൈഡായിട്ട് നിങ്ങൾക്ക് ഒപ്പം തന്നെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. എത്ര അനുവദിച്ചാലും നമുക്ക് ഒന്നുമില്ല എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ അസോസിയേഷൻ കരാട്ടെ അസോസിയേഷന് വേണ്ടി അദ്ദേഹം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ
2 ദിവസമായി നടന്നു വരുന്ന ഈ കരാട്ടെ ക്യാമ്പ് ഒരു നല്ല വിജയമാക്കി. ഒരു മാതൃകാപരമായ ഒരു ക്യാമ്പ് ഈ 2 ദിവസത്തെ കരാട്ടെ ഓൺലൈനുള്ള ക്യാമ്പ് ഇവരുടെ നല്ല രീതിയിൽ നടത്തുന്നത് നല്ല ചൂടാണ് മോശമല്ല. അപ്പോൾ ഈ നിങ്ങൾക്ക് മനസ്സിലാക്കണം, മറ്റു ക്ലാസ്സുകളിലെ ക്യാമ്പുകളെ എല്ലാവരും നമ്മുടെ ക്യാമ്പ് ഓരോന്നിലും വളരെ ഡീപ്പായിട്ടുള്ള ഒരു മൂവ്മെന്റ് അടുത്തത് ഹിറ്റ് ഡാൻ ആണ്. ഹിറ്റ് ഡാൻ കുഞ്ഞുമൈദീൻ എ.കെ. ആ കുട്ടി സെൻസറിയാണ്. കുഞ്ഞുമൈദീൻ എ.കെ. ഹിറ്റ് ഡാൻ ഗോതാൻ. None of them incident to them. It's immense contribution to development strategies, has contributed a lot in development of our organization. We are very happy that our അതായത് നമ്മുടെ കേരള സ്റ്റേറ്റ് WTSKFന്റെ പിന്നെ ക്യാമ്പ് പിന്നെന്താ ഇത് അവസാന നിമിഷത്തിലാണ്. എല്ലാവരും കണ്ടില്ലേ, ലാസ്റ്റ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ബെൽറ്റൊക്കെ കിട്ടിയ ആഹ്ലാദത്തിലാണ്. കാരണം കണ്ടില്ലേ, ഫോട്ടോ എടുക്കുന്ന ഒരു സെക്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും കണ്ടില്ലേ, ഒരുപാട് ആളുകൾ ബെൽറ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. വളരെയധികം സന്തോഷത്തിലാണ്. അതായത് WTSKF കേരള സ്റ്റേറ്റിന്റെ ക്യാമ്പും അതുപോലെ തന്നെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിങ്ങും ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.